അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഷർത്ത്, ജസാ അഥവാ ജവാബ് അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിൻ്റെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പഠിച്ചു. ഒന്നുമില്ല, ഏതൊക്കെയാണ് ഷർത്തിൻ്റെ ഇതായിട്ട് വരുന്ന ഹർഫുകൾ, അതുപോലെ തന്നെ ഇസ്മുകൾ, ഹർഫുകൾ. ഹർഫുകൾ ഇന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അയ്യ, മന്ന്, മഹ്മ അതൊക്കെ ഇസ്മുകളായിട്ടാണ് വരിക. പിന്നെ ലർഫുകളായിട്ട് ഐന, മത്ത, അയ്യാന, ഹൈസു, ഹൈസുമ, അന്ന, ഇദ്മ, ഇദാമ ഇവകളൊക്കെ വരും എന്ന് പറഞ്ഞു. പിന്നെ ഇതിൻ്റെ ജവാബും ഷർത്തും എന്തായിരിക്കും? മജ്സൂമായിരിക്കും, ജസ്മ് ചെയ്യപ്പെട്ടതായിരിക്കും. പക്ഷേ ഇതിൻ്റെ ജവാബിൽ എന്ത് വരാൻ പാടില്ല? ഫാ വരാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഫാ വന്നാൽ പിന്നെ അത് റഫ് ആയിട്ട് മാറും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഫെയില് എന്താ പറയുക, മുളുമറാക്കപ്പെടും എന്ന് പറഞ്ഞാൽ മറക്കപ്പെട്ട് നമ്മളവിടെ സങ്കല്പിച്ചിട്ട് പിന്നെ അവിടെ റഫ് ആയി മാറുന്ന സാഹചര്യം കൂടി പറഞ്ഞു. ഇൻകാമ സെയ്ദുൻ കാമ എന്നുള്ളത് പോലെ. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഏതായാലും നമുക്കതിലെ അൻഷിത്തകളൊന്ന് നോക്കാം. അൻഷിത്തകളിൽ ഒന്നാമത്തത് നുബയ്യിൻ ഇഅ്റാബൽ അഫ്ആലി ഫിൽ ജുമലി വ നുബയ്യിൻ സബബഹ എന്നാണ്. ഇതിൻ്റെയൊക്കെ ഇറാബ് നമ്മൾ വ്യക്തമാക്കുക, അതുപോലെ തന്നെ അങ്ങനെ ജസ്മ് കൊടുക്കാനുള്ളതിൻ്റെ കാരണവും വ്യക്തമാക്കുക. അപ്പോൾ ഒന്നാമത്തെ ഇൻ തദ്ഹബ് അദ്ഹബ് അല്ലേ. അപ്പോൾ ഇവിടെ പറയണമെന്ന് എങ്ങനെ പറയാം? ഇന്ന ഇറാബ് എങ്ങനെ പറയാം? ഇന്ന ഹർഫ് ജസ്മ് അല്ലേ. പിന്നെ അതുപോലെ തന്നെ തദ്ഹബ് എന്നുള്ളത് ഫെയില് മുലാരി മജ്സൂമ് ഷർത്ത്. അദ്ഹബ് എന്നുള്ളത് ഫെയില് മുലാരി മജ്സൂമ് ജവാബ് അല്ലെങ്കിൽ ജസാ എന്ന് പറയാം. അതോടൊപ്പം തന്നെ സബബ് എന്താണ്? മജ്സൂമാനുള്ള കാരണം ലിഅന്നഹു ദഖല ഫീഹി ഇന്നതിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന് അറബിയിൽ എഴുതല്ല എന്നുണ്ടെങ്കിൽ ബ്രാക്കറ്റിൽ ഇന്ന് കടന്നിരിക്കുന്നു എന്ന് എഴുതി വെക്കുക. രണ്ടാമത്തതുപോലെ തന്നെ മഹ്മ തുൽഹഖു അൽഹഖ് എന്നാണ്. ഇവിടെ മഹ്മ എന്നുള്ളത് എന്താണ്? മഹ്മ എന്നുള്ളത് നമ്മൾ പറഞ്ഞല്ലോ, മഹ്മ എന്നുള്ളത് ഇസ്മാണ്. എന്തിൻ്റെ ഇസ്മ? ഇസ്മു ഷർത്തിൻ്റെ ഇസ്മാണ്. തുൽഹഖു എന്നുള്ളതോ ഫീല് മുലാരിയാണ്, മജ്സൂമാണ്. എന്തുകൊണ്ട്? അതാണ് വ്യക്തമാക്കണം. ഫീല് മുലാരി മജ്സൂമുൻ, ഫീലു ഷർത്തിൻ എന്നിതാ. എന്നിട്ട് മജ്സൂമുൻ എന്തുകൊണ്ടാണ്? ബി ഹദ്ഫിൻ നൂനി അല അന്നഹു മിൻ അഫ്ആലിൽ ഹംസ അല്ലേ. അഫ്ആൽ ഹംസയിൽ പെട്ടത് കൊണ്ട് നൂനെ കളൽ കൊണ്ടാണ് ജസ്മ് കൊടുത്തത്. അൽഹഖ് എന്നുള്ള ഫീലു മുലാരി മജ്സൂം എന്ന് മാത്രം എഴുതാം. മൂന്നാമത്തെ അതുപോലെ തന്നെ മൻ യഫ്അലിൽ ഖൈറ യംദഹ് എന്നാണ്. ഇവിടെ അതുപോലെ തന്നെ മന്ന് എന്നുള്ളത് നമ്മൾ പഠിച്ചതനുസരിച്ച് അത് ഇതിൽ പെട്ടതാണ്, ഇസ്മാണല്ലോ. എന്തിൻ്റെ? ഷർത്തിൻ്റെ ഇസ്മാണ്. അപ്പോൾ ഇസ്മു ഷർത്തിൻ അല്ലേ, ഇസ്മു ഷർത്തിൻ ഷർത്തിൻ്റെ ഇസ്മാണ്. പിന്നെ അതുപോലെ തന്നെ യഫ്അൽ എന്നുള്ള ഫീല് മുലാരി മജ്സൂം. ഓക്കെ. അൽ ഖൈറ എന്നുള്ളത് മഫ്ഊല്, മൻ യഫ്അലിൽ ഖൈറ മഫ്ഊല്. യുംദഹു എന്നുള്ളത് ഫീല് മുലാരിയാണ്, അതുപോലെ തന്നെ ജവാബുമാണ്. ഓക്കെ. അതുപോലെ മത്ത യജ്ലിസ് നജ്ലിസ് എന്ന് പറഞ്ഞത് അവിടെ. അതുപോലെ തന്നെ മത്ത എന്നുള്ളത് ദർഫു ഷർത്തിൻ്റെ ദർഫായിട്ടാണ് വരുന്നത്. യജ്ലിസ് എന്നുള്ള ഫീല് മുലാരി മജ്സൂമ്, നജ്ലിസു എന്നുള്ള ഫീല് മുലാരി മജ്സൂമൻ. ഇവിടെയൊക്കെ എന്ത് എഴുതണം? കാരണം എഴുതണം. എന്താ? ലിഅന്നഹു ദഖല ഫീഹി മത്ത, അല്ലെങ്കിൽ മറ്റൊടുത്ത് ലിഅന്നഹു ദഖല ഫീഹി മൻ, മറ്റൊടുത്താണെങ്കിലോ ലിഅന്നഹു ദഖല ഫീഹി മഹ്മ എന്നൊക്കെ. പിന്നെ ഹൈസു തഖ്തബ് ഖതബ യഖ്തുബു ഖുതുബ ഓത എന്നർത്ഥത്തിന്, പ്രസംഗിക്കുക എന്നർത്ഥം. മത്ത യജ്ലിസ് പറഞ്ഞാൽ എപ്പോഴാണോ ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇരിക്കും. അതുപോലെ തന്നെ മത്ത തഖ്തബ് അഖ്തുബ്, എപ്പോഴാണോ നിങ്ങൾ പ്രസംഗിക്കുന്നത് അപ്പോൾ നമ്മളും പ്രസംഗിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതെങ്ങനെ പറയാം? ഹൈസു എന്നുള്ളത് ലർഫു ഷർത്തിൻ, തഖ്തബു എന്നുള്ളത് ഫീല് ഷർത്ത്, അതുപോലെ തന്നെ മജ്സൂം. അഖ്തുബ എന്നുള്ളത് ഫീല് ഷർത്ത് അല്ല, ഫീല് ജവാബ് അല്ലെങ്കിൽ ഫീല് ജസാ, ഫീല് മുലാരി ജസാ മജ്സൂമ്. ഇവിടെ എന്താ കാരണം? ലിഅന്നഹു ദഖല ഫീ ഹൈസു അല്ലേ, ഹൈസു കടന്നുകൊണ്ട്. അതുകൊണ്ടാണ് രണ്ട് ഫീലിനിക്കും ജസ്മ് ചെയ്തത്. അതുപോലെ തന്നെ ഹൈസുമാ തഅ്കുലി യാ ഉഖ്തി ആകുലു ഔകുൽ എന്നാണ്, ഞാൻ തിന്നു. എപ്പോഴാണോ എടി പെണ്ണേ, എൻ്റെ സഹോദരി, നീ എപ്പോഴാണോ തിന്നുന്നത് അപ്പോൾ ഞാനും തിന്നും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? ഹൈസുമ എന്നുള്ളത് ദർഫു ഷർത്തിൻ, തഅ്കുലി എന്നുള്ളത് ഫീലു മുലാരി ഫീലു ഷർത്തിൻ മജ്സൂമാണ്. എന്തുകൊണ്ടാണ്? തഅ്കുലീന എന്നുള്ളത്. അപ്പോൾ ബിഹദ്ഫി നൂനി അല അന്നഹു മിനൽ അഫ്ആലിൽ ഖംസതി. പിന്നെ ഫീലു ഷർത്തിൻ യാ ഉഖ്തി എന്നുള്ള യാ നിദാ ഉഖ്തി എന്നുള്ളത് മുനാദ. ഓക്കെ. അഉകുൽ എന്നുള്ളതോ ജവാബ്, ഫീല് മുലാരി ഫീല് ജവാബ് അല്ലെങ്കിൽ ഫീല് ജസാ മജ്സൂമ്.
എന്നൊക്കെ എഴുതട്ടോ. പിന്നെ അടുത്തത് നുഅയ്യിനു മിനൽ അംസലത്തിൽ ആത്തിയ അഫ്ആല ഷർത്തി വൽ ജസായി വഅദവാത്ത് ഷർത്തി വ നൗഇഹ എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു ഉദാഹരണങ്ങളുണ്ട്. ഈ ഉദാഹരണങ്ങൾ ഇതുപോലെ എന്ത് ചെയ്താൽ ഷർത്തിൻ്റെ ഫീലേത്, ജവാബിൻ്റെ ഫീലേത്. ജവാബ് പറഞ്ഞാൽ ജസായിൻ്റെ ഫീലേത്. അതുപോലെ ഇവിടെ അദാത്ത് ഏതാണ് ഉപയോഗിച്ചത്, അതുപോലെ തന്നെ ആ അദാത്ത് ഏത് ഇനത്തിൽപ്പെട്ടതാണ്. ഇസ്മുണ്ട്, ലർഫുണ്ട്, ഹർഫുണ്ട്. അത് ഏത് ഇനത്തിൽപ്പെട്ടതാണെന്ന് എഴുതാനാണ്. ഒന്നാമത്തത് അയിന തൻളുർ തജിദ് അഥറൽ ഇൽമി. നീ എവിടെയാണോ നോക്കുന്നത് അവിടെ നിനക്ക് ഇൽമിൻ്റെ അഥർ കാണാം. ഇൽമ പറഞ്ഞാൽ വിജ്ഞാനത്തിൻ്റെ ഒരു അടയാളം അവിടെ കാണാമെന്നാണ്. അവിടെ വിജ്ഞാനത്തിൻ്റെ എന്തെങ്കിലും അവിടെ കാണാൻ പറ്റും. അതുപോലെ മഞ്ഞ അറ്റമിതാൽ അള്ളാഹുവിൽ ആരെങ്കിലും അവലംബിച്ചാൽ, അള്ളാഹുവിൽ ആരെങ്കിലും അവലംബമാക്കിയാൽ യെസ് അത് അവൻ വിജയിക്കും. അപ്പോൾ ഇവിടെ ഏതാണ് ഫീല് ഷർത്ത്, ഫീല് ജവാബ് ഏത്, ഷർത്തിൻ്റെ ജവാബ് ഏത്. ഇവിടെ ഇറാബ് എഴുതുമ്പോൾ അദ്ഹബു എന്നുള്ളത് ജവാബു ഷർത്തി എന്ന്, അതുപോലെ തന്നെ അൽഹഖ് എന്ന് എഴുതുമ്പോഴും ജവാബ് ഷർത്തി, അല്ലെങ്കിൽ ഫീല് ജവാബിന് എഴുതിയാലും മതി. അതുപോലെ തന്നെ എഫൽ ഖൈർ യംദഹ് എന്നുള്ളിടത്തും ജവാബു ഷർത്തി. അതുപോലെ തന്നെ എല്ലാത്തിലും നജ്ലിസ് എന്ന് മുമ്പത്തെ ഇറാബ് എഴുതുമ്പോൾ മനസ്സിലാക്കേണ്ട ജവാബ് ഷർത്ത് എന്ന് എഴുതുക, അല്ലെങ്കിൽ ഫീലു ജവാബിൻ എന്നും എഴുതാൻ പറ്റും. ഓക്കെ. അതുപോലെ അടുത്തത് മൻ മാ തബ്ദലു മിൻ ജുഹുദിൻ യംഫഅക. നീ നിൻ്റെ പരിശ്രമത്തിൽ നിന്ന് ചിലവഴിക്കുന്ന ഒന്ന് നിനക്ക് ഉപകാരപ്പെടും എന്നാണ്. ഇവിടെ ഏതാണ് ഫീല് മുലാരി ആയത് ഷർത്തായിട്ട് വന്നത്, അതിൻ്റെ ജവാബായിട്ട് വന്നത് ഏത്, അതിൻ്റെ അദാത്ത് ഏതാണ്, അത് ആ അദാത്ത് ഏതിനത്തിൽ പെട്ടതാണെന്ന് കൂടി എഴുതാം. പിന്നെ അതുപോലെ തന്നെ തസ്തഗ്ഫിരില്ലാഹ യഗ്ഫിർ ലക. അള്ളാഹുവിനോട് നീ പൊറുക്കലിനെ തടിയാൽ അള്ളാഹു നിനക്ക് പുറത്തു തരും എന്നാണ്. ഇവിടെ അതുപോലെ ഫീല് ഷർത്ത് ഏത്, ഷർത്തിൻ്റെ ജവാബായിട്ട് വന്ന ഫീൽ ഏത്, അദാത്ത് ഏത്, നൗ ഏത് എന്ന് എഴുതാം. അതുപോലെ തന്നെ മഹ്മാ തഫ്അൽ മിൻ ഖൈരിൻ. നന്മകൾ ചെയ്താൽ യുവഫ ഇലൈക. നിനക്ക് പൂർത്തിയാക്കി തരുന്നതാണ്. നന്മകൾ നീ ചെയ്താൽ നിനക്ക് കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി തരുന്നതാണ്. ഇവിടെ ഷർത്തിൻ്റെ ഫീലേത്, ജവാബിൻ്റെ ഫീലേത്, അദാത്ത് ഏത്, ആ അദാത്ത് ഏത് ഇനത്തിൽപ്പെട്ടതാണെന്ന് കൂടി വ്യക്തമാക്കി എഴുതാം. പിന്നെ അതുപോലെ തന്നെ അടുത്ത വർക്ക് നലായ് ഫിൽ ഫറായി അദാത്ത് ഷർത്തി മുനാസബിൻ. ഇവിടെയൊക്കെ എന്ത് ചെയ്യണം, ഷർത്തിൻ്റെ അദാത്ത് ചേർത്ത് കൊടുക്കണം. ഓക്കെ, ഷർത്തിൻ്റെ അദാത്ത് ചേർത്ത് കൊടുക്കുക, യോജിച്ചതൊന്ന് ചേർത്ത് കൊടുക്കുക. യൻസിലിൽ ആലിമു യജിദ് തർഹീബൻ. അപ്പോൾ പണ്ഡിതൻ ഇറങ്ങിയാൽ അവനിക്ക് സ്വാഗതം നൽകപ്പെടും എന്നാണ് പറയുന്നത്. അവനിക്ക് സ്വാഗതം ചെയ്യും എന്നർത്ഥം. യജിദ് തർഹീബ് എന്ന് പറഞ്ഞാൽ റഹബ് യുറഹീബ് പറഞ്ഞാൽ എന്താണ്, സ്വാഗതം ചെയ്യുക എന്നാണ്. അപ്പോൾ തർഹീബ് പറഞ്ഞാൽ സ്വാഗതം അല്ലെങ്കിൽ വെൽക്കം അവന് എത്തിക്കപ്പെടും എന്നാണ്. അപ്പോൾ ഇവിടെ ഒരു ഷർത്തിൻ്റെ അദാത്ത് ചേർത്ത് കൊടുക്കുക. രണ്ടാമത്തെ ഉത്തരം തന്നെ മത്ത അവിടെ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ പിന്നെ അവിടെ എഴുതേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ മത്താത്തു തെക്കിൻ അമലക്ക, നീ എൻ്റെ പ്രവർത്തനം എപ്പോഴാണോ കൃത്യമാക്കുന്നത്, തറ സമറഹു, അതിൻ്റെ ഫലം നിനക്ക് കാണാം, ശരി എൻ വേഗത്തിൽ. ഇവിടെ തുത്തക്കിൻ എന്നുള്ളതാണ് ഷർത്ത്, ജവാബ് തറ എന്നുള്ള ഒരു അലിഫുണ്ട്, ആലിഫിനെ കളയിൽ കൊണ്ടായിരിക്കും മജ്സൂമ്. ഓക്കെ, മുമ്പത്തോ യൻസിൽ എന്നുള്ളത് ഷർത്ത്, യജിദ് എന്നുള്ള ജവാബ്. പിന്നെ അതുപോലെ തന്നെ മൂന്നാമത്തത് യക്കുനിൽ അഹ്ലു. നിനക്ക് അഹ്ലിൻ്റെ അർത്ഥം എന്താ, ഭാര്യ എന്നർത്ഥം ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ കുടുംബക്കാർ എന്നൊക്കെ അർത്ഥത്തിനേക്കാണ്. അപ്പോൾ അഹ്ലി ഇവിടെ എന്താണ്, ഭാര്യ. അപ്പോൾ കാനയ്ക്ക് രണ്ടർത്ഥം ഉണ്ടല്ലോ, ഉണ്ടാവുക എന്നർത്ഥമുണ്ട്, ആവുക എന്നുണ്ട്. ഉണ്ടാവുക എന്ന് പറയുമ്പോൾ കാന താമ്, മറ്റു ഫീലുകളെ പോലെ തന്നെ. പിന്നെ കാന ആവുക എന്നാകുമ്പോഴാണ് നാക്കിസാവുക, അപ്പോഴാണ് പിന്നെ ഇസ്മു ഖബറൊക്കെ ഉണ്ടായി. ഇവിടെ അതല്ല കേട്ടോ, ഇവിടെ ഉണ്ടാവുക എന്നർത്ഥം താമാണ്. അപ്പോൾ ഈ യക്കുനിൽ അഹ്ലു, കുടുംബക്കാർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താ പറയുക, ഭാര്യയുണ്ടെങ്കിൽ, യക്കുനിൽ ഔലാദ്, കുട്ടികളുണ്ടാവും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എന്ത് ചേർത്ത്, ഒരു ഷർത്തിൻ്റെ അദാത്ത് ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിൻ്റെ ഷർത്ത് ഏതാണ്, യക്കുൻ എന്നുള്ള ഫീലാണ്, ജവാബ് യക്കുൻ എന്നുള്ള രണ്ടാമത്തത്. നാലാമത്തത് വഖ്തിൻ തൻഹൽ അൻഹൽ മഅക. ഏത് സമയത്താണോ നീ ഉണരുന്നത് ആ സമയത്ത് ഞാനും എൻ്റെ കൂടെ ഉണരും എന്നാണ്. അപ്പോൾ തെൻഹൽ എന്നുള്ള ഷർത്ത്, ജവാബ് അൻഹൽ എന്നുള്ളതാണ്. അതുപോലെ തന്നെ യഹ്തലിൽ മത്തറു തഖ്ലറു അർളു എന്നാണ്, തഖ്ലറുൽ അർളു എന്നാണ്. അപ്പോൾ ഇവിടെ ഷർത്ത് യഹ്തല്, ജവാബ് തഖ്ലറു എന്നുള്ളതാണ്. അപ്പോൾ മഴ ഇങ്ങനെ കോരിച്ചൊരിയുക എന്നർത്ഥം, ഹത്തല എന്ന് പറഞ്ഞാൽ. ഇഖ്ലറാണ് പച്ച പിടിക്കുക, ഭൂമി മുഴുവനായിട്ട് പച്ച പിടിക്കുമെന്നാണ് പറഞ്ഞത്. അവിടെ ഒരു ഷർത്തിൻ്റെ അദാത്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ വർക്കുകളൊക്കെ ചെയ്തിട്ട് അയച്ചു തരാം. അസ്സലാമു അലൈക്കും.